ബി ഹൗസിൽ വന്ന അതിഥികൾ വിടവാങ്ങുകയാണ്. പ്രധാന വാതിലിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാബുമോൻ അവരോട് പറഞ്ഞു, കല്ലിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ, ഒരു ക്ലൂ ഞാൻ തന്നിട്ട് പോകാം. അത് നനവുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്, ഇരുട്ടുള്ള സ്ഥലത്തുമാണ് ഇരിക്കുന്നത്. അത് കേട്ട നിമിഷം തന്നെ ആ വീട്ടിൽ നനവും ഇരുട്ടും തപ്പിക്കൊണ്ട് എല്ലാ ആൾക്കാരും നടക്കുകയാണ്. എന്നാൽ അവർ പോയി 5 മിനിറ്റിനുള്ളിൽ സായി ആ കല്ല് കൃത്യമായി കണ്ടുപിടിച്ചു. എവിടെ നിന്നാണ് സായിക്ക് ആ കല്ല് കിട്ടിയത് എന്ന് നമുക്കറിയില്ല. പക്ഷെ ക്യാമറയുടെ മുൻപിൽ വന്നിട്ട് സായി വിളിച്ചു പറഞ്ഞു, ആ കല്ല് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ വെളിപ്പെടുത്തില്ല, എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ ഞാനത് ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രീരേഖയുടെ കാര്യം ഏകദേശം ഓക്കെ ആയിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ശ്രീരേഖ പുറത്തു പോയില്ല എങ്കിൽ അടുത്ത ആഴ്ച 10ാമത്തെ ആഴ്ചയായ അടുത്ത ആഴ്ച ശ്രീരേഖയ്ക്ക് സേഫ് ആകുവാൻ വേണ്ടി സായിയുടെ വകയായിട്ട് ഒരു സർപ്രൈസ് ലഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇന്നലെ മുതൽ ആ കല്ല് അവിടെ മുഴുവനും തെരഞ്ഞു നടന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ശ്രീരേഖ തന്നെയാണ്. കാരണം ശ്രീരേഖയ്ക്ക് ഏകദേശം തന്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയാം. പുറത്ത് ഏത് നിമിഷവും പോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് താനെന്നുള്ളതിനെ കുറിച്ച് തനിക്ക് ഏകദേശം ഒരു ഉറപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കല്ലിന് ഏറ്റവും അധികം ആവശ്യകതയുള്ള ഒരു വ്യക്തി ശ്രീരേഖയാണ്. രണ്ടാമത് ശരണ്യയും. ഈ രണ്ടാൾക്കാർ അവിടെ തപ്പി മറിക്കുകയാണ്. സായിയുടെ പോക്കറ്റിൽ ഇപ്പോൾ കല്ല് കിടപ്പുണ്ട്. പക്ഷേ അവിടെ മുഴുവനും ഇപ്പോഴും തപ്പൽ നടക്കുകയാണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് തപ്പി എല്ലാവരും കുഴയും. ഒടുവിൽ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുമ്പോൾ സായി ആ കല്ലെടുത്ത് ശ്രീരേഖയ്ക്ക് കൊടുക്കുകയും അവരെ സേഫ് ആക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്.